ഞങ്ങൾ ചിമ്മിനി ഡാം പോവുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ കേരള വനം വന്യജീവി വകുപ്പ് പാലപ്പള്ളി ആ മല കണ്ടോ? ആ മലയുടെ അപ്പുറത്താണ് ഡൽഹിയുടെ സ്കൂള്. അപ്പൊ ഞങ്ങൾ പോകുന്നത് നമ്മള് വേറൊരു ടീം കൂടി ഉണ്ട്. അവർ വേറെ കാറിൽ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിമ്മിനി ഡാമിൽ എത്തിയിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ ചിമ്മിനി ഡാമിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞങ്ങള് ഇടയ്ക്ക് വെച്ചിട്ട് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കയറി. എന്റെ കൂട്ടുകാരന്റെ വൈഫ് പ്രസവിച്ചു. ഡെലിവറി പെൺകുട്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. എല്ലാവരും അപ്പോൾ നോറിൻ ഏഞ്ചൽ ദമ്പതികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. 1 2 3 4 തന്നാനേ നാനേ താനിന്നേ നാനോ താനേ നാനേ നോ തന്നാനേ നാനേ താനിന്നേ നാനോ താനേ നാനേ നോ. രണ്ടോട്ടം വേണം, ഒരു കുട്ടിയുള്ളൂ, ഒരു വട്ടം മതി. മതി 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 മതി. ആ രണ്ടാമത്തെ കുട്ടി ആവുമ്പോൾ രണ്ടോട്ടം വേണം. ഇനി പാട്ടുണ്ടോ? നമ്മളങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഒരു ടീം ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. യെസ്, നമ്മുടെ രണ്ട് ചീടുകൾ കാണാം. ഇവിടെ ഇതാണ് ബോധിധർമ്മൻ ഇരുന്ന മറ്റേ മരം. എന്താ വലിയ മരമാണ്. ഓ എന്താ തടി കിട്ടും. ഒരു വീട് പണിയത് മതിയാവൂല്ലേ. ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അതെ, 3 കുരങ്ങന്മാർ, ഒരാൾ ചെവി, ഒരാൾ നല്ല വെള്ളമാണ് ഗൈസ്. പരാതി ഇല്ല, ഇത് തീർത്തരാം. ആർക്കൊക്കെ പരാതി ഉണ്ട്. പക്ഷെ നിന്റെ സർപ്രൈസ് വീഡിയോയിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് കേരളം മൊത്തം. നിന്റെ പാപ്പൊത്തിട്ടുള്ള ആ എക്സ്പ്രഷൻ പറ. എല്ലാരും സുന്ദരികളായി വന്നേക്ക്. ആന്നേ ഷോ കണ്ണൊക്കെ എഴുതി പീലൊക്കെ ഇട്ടിട്ട് ലിഫ്റ്റൊക്കെ കിട്ടി വന്നേക്ക് എല്ലാവരും കൂടെ. ഫോട്ടോഷൂട്ടിലാണ് ഗൈസ്. അതെ, കുക്കൂസ് അനദർ വോക്കർ. ഇതാണ് ഗൈസ് നമ്മുടെ കാർ, സെക്കൻഡ് കാർ. ഓ മേക്കപ്പ് ചെയ്യുന്നു ഗൈസ്, മേക്കപ്പ് ചെയ്യുന്നു. മേക്കപ്പ് അവള് ലിപ്സ്റ്റിക് ഇടാൻ പോകുന്നു ഗൈസ്. ഗൈസ് നമ്മൾ ഡാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആ കാണുന്ന നീലമതിലുണ്ടല്ലോ, അതാണ് ഡാമിന്റെ സൈഡിലുള്ള അരമതിൽ. അതിനപ്പുറത്താണ് ഗൈസ് വെള്ളം. വളച്ച് എന്നെ പറയാൻ സമ്മതിക്കോ? അക്കട ആവിടെ എടുക്കാണ് വണ്ടി വേണ്ടില്ലേ. കൊരങ്ങൻ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടെത്തി. കഴിഞ്ഞ വീഡിയോയില് വരാത്തൊരാരൊക്കെ കൈവന്നിച്ചേ? അമ്മ മാത്രം. ഓക്കെ, ഇപ്പൊ ആശാൻ അറിഞ്ഞു നിൽക്കുന്നുണ്ട്. ഓക്കെ, അല്ല ഡാം ഇങ്ങോട്ട് വരില്ലല്ലോ. കറക്റ്റ്. പ്രാക്ടീസ് ചെയ്യാണ് കേസ്, റീൽസ് ഇറക്കാൻ വേണ്ടിട്ട്. ഇതാണ് എൻട്രൻസ് ഗൈസ്.
വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുകയാണ്, പക്ഷെ നമുക്ക് കിടക്കാൻ പറ്റും. ഹായ്, നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഏത് യൂഞ്ഞാലാ അന്ന് താത്തോ? നിങ്ങൾ വ്ളോഗിങ് തുടങ്ങി സക്സസ് ആകുമ്പോൾ എന്നെ ഓർത്തോളോ. ഇരുന്നോ? ശരിയാണല്ലേ. ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ ചിമ്മിനി ഡാം. വെള്ളത്തിൽ തെറിക്കണ ഊഞ്ഞാല. എടി പറഞ്ഞത് കേട്ടില്ലടി, വെള്ളത്തിൽ തെറിക്കണ ഊഞ്ഞാല്. എടുത്തോ. 400 രൂപ. ഗ്യാസ് കേട്ടില്ലേ? 400 രൂപ. മുട്ടക്കൊഞ്ചി അല്ല, മുട്ടവഞ്ചി. ഇതാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഡാമായ ചിമ്മിനി ഡാം. ഞങ്ങൾ വെള്ളത്തേക്ക് ഇറങ്ങാൻ പോവാണ് ഗേൾസ്. ഇവര് കുറെ നേരം ഇവിടെ നിൽക്കണു. പാവങ്ങള് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് നിൽക്കുക. ചിന്നുവിന്റെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ചിന്നു കൊള്ളാം. ആദ്യം കൂടെ ഇറങ്ങിക്കോളൂ. ഞങ്ങൾ അഡ്വഞ്ചർ ട്രിപ്പാണ്. നല്ല വെള്ളം ഗൈസ്, നന്നായിട്ടുണ്ട്. എന്തൊക്കെ ഇട്ട് നടക്കണ വെള്ള പറ. നീ പറഞ്ഞോ, കുഴപ്പമില്ല. ഗായ്സ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല ഗായ്സ്. പക്ഷെ അമ്മ പറഞ്ഞു അങ്ങോട്ട് പോവാന്ന്. അങ്ങോട്ട് പോയപ്പോ അമ്മുവിനെ സെക്യൂരിറ്റി പിടിച്ചു. 2 പൊട്ടിക്കലാണ് പൊട്ടിച്ച്. അമ്മ മാത്രല്ല, ജൽസി ഉണ്ടായിരുന്നു, ബേബി ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കൊട്ടവഞ്ചികൾ മറച്ചിട്ടിരിക്കുന്നു. ഇതാണ് എൻട്രൻസ്. കടക്കുമ്പോ ഒരു വിസിലടിക്കൊന്നും അറിയില്ല, എന്നാലും കടന്നു നോക്കാം. ഇടത്തെ കാല് വെച്ച് കയറും. ഇടത്തെ കാല് വെച്ച് കയറണം അല്ലേ? അയ്യോ,
അങ്ങനെ പോവാം നമുക്ക്. പക്ഷെ അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതാണ് കാര്യം. അല്ല ചാടാൻ പോലെ ചാടല്ലേ. പരിഹാരം ഉണ്ട്. ചിന്നുനോട് വെച്ചാൽ മതി. ചിന്നു പറഞ്ഞോട്. ചിന്നു നമ്മളിപ്പോൾ പോകുന്നത് ചിമ്മിനി ഡാമിൻ്റെ അപ്പുറം ഭാഗത്തേക്കാണ്. നോർമലി എല്ലാവരും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തുനിന്ന് ഫോട്ടോ എടുക്കും. കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഷട്ടറിൻ്റെ അവിടെ വരെ പോകും. അത് കഴിഞ്ഞിട്ട് പലരും അറിയണവരുണ്ടാവും. പക്ഷേ അപ്പുറത്തൊരു വ്യൂ പോയിന്റ് കൂടി ഉണ്ട്. കാണിച്ചാൽ ഇതാണ് ഗൈസ് നമ്മുടെ ചിമ്മിനി ഡാമിൻ്റെ അപ്പുറം ഭാഗം. നമുക്ക് ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ഇങ്ങോട്ട് പോകാം. ക്യൂട്ട്നസ് വാരി വിതറിക്കൊണ്ട് ഓവർലോഡഡ്. ഇതാണ് ഗൈസ് അറ്റം ഭാഗം. ആ ഇപ്പുറത്തെ വിഷമാണ്. അതെ ശുഭദിനം. ഇതാണ് ഗൈസ് നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ താഴെ ഇരിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നു കേട്ടോ. അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഗായ്സ്. ദിസ് ഈസ് റബ്ബർ തോട്ടം. ഗവൺമെന്റിന്റെ കീഴിലുള്ള റബ്ബർ തോട്ടമാണ്. ഹാരിസൺ മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റേഷൻ കൂടി ഉണ്ട്. ഹാരിസൺ മലയാളം സബ്ബി പ്ലാന്റേഷൻ, ഇന്ത്യ. പാടിക ആര് താമസിക്കും ഈ കൂട്ടത്തിൽ നിറഞ്ഞ ഈ സ്ഥലം. ഞങ്ങൾ അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ലെഫ്റ്റ് ഒരു റോഡുണ്ട്. റോഡുണ്ട്. അപ്പൊ അതിൽ കൂടെ വന്നപ്പോ ഇവിടെ ഒരു മനോഹരമായ ദൃശ്യാവിഷ്കാരം. അതെനിക്ക് പറയാനില്ല. കണ്ടോ ഇതാണ് സ്ഥലം. അതെ ഒരു സ്ഥലം ഏതോ പറയില്ല. ഞങ്ങളുടെ സീക്രട്ട് പ്ലേസ്. അതാണ് കാഴ്ച ഞാൻ പറഞ്ഞ അമ്പലം. ട്രക്കിങ് വേണം എന്ന് എല്ലാവരും പറഞ്ഞു കഴിച്ചു. അതുകൊണ്ട് ഞാൻ ഇവരെ കൊണ്ടുപോകും കാട്ടിലേക്ക്. അവിടെ കൽപ്പടവുകളുണ്ട് ഗൈസ്. നമുക്ക് ഇവിടേക്ക് ഇറങ്ങാം. ആന വെള്ളം കുടിക്കാൻ വരും.
ആനപ്പിണ്ടത്തുമ്മ അരണിയിരിക്കണുണ്ടോ? ആനക്ക് ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി തരണമെന്നൊന്നുമില്ല, അതിൽ കൂടെ ഇറങ്ങി വരുവര്. അതാണ് സിംഹവാല കുറഞ്ഞ. അവര് പറയാ അവിടെ നമ്മുടെ ടീംസ് പ്രതിഷ്ഠ നമ്മളിനി വേറെ സ്ഥലങ്ങളിലേക്ക് പോവാണ്. സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇഷ്ടം വിളിച്ചോ. ആട്ടുംപാല്, ആട്ടുംപാലാണ് ഗായ്സ്, ആട്ടുംപാല്. ആട്ടുംപാലം പാലല്ല, ആട്ടുംപാലമാണ് ഗായ്സ്. ഞങ്ങളിവിടെ പോവുകയാണ്. അയ്യോ പറഞ്ഞത് ചേച്ചി, പറഞ്ഞത് നന്നായി. ചാണകത്തിൽ ചവിട്ടി ഗായ്സ്. ലിപിച്ചാണ്ട് ഇവിടെ വരെ മുടിയാവും ഗായ്സ്. അതെ, ഇവിടെ വരെ. അവിടെ ആട്ടുപാലുണ്ട്, നമുക്ക് പറ്റാണെങ്കിൽ അവിടെ പോവാം. പക്ഷെ 2018 വെള്ളപ്പൊക്കത്തിൽ അത് നശിച്ചു പോയിട്ട് വന്നപ്പോ അത് കിടക്കായിരുന്നു. 2023 വന്നപ്പോ. ഇത്ര ഓർമ്മയാണ് ഗൈസ്. ഗൈസ് ഇതൊരു കടവായിരുന്നു ഗൈസ്, പക്ഷെ ഇപ്പോൾ ആകെ ചെളി കുത്തി ആകെ ബോറാക്കി വെച്ചിട്ടുണ്ട്. ആ ഫുള്ള് വെള്ളാരങ്കല്ല് പോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഇറങ്ങി നടക്കായിരുന്നു. ഇപ്പൊ ഭയങ്കര മോശമായിട്ടുണ്ട്. എന്ത് ധൈര്യമായിരുന്നു. കരയണ്ടേ സേഫ് ആയിട്ട് നീ എത്തിവിടെ. അവിടെ കുഴിനാണ്ടായിരുന്നു. അത് മീനായിരിക്കും, മീനും ഫിഷിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും. ഇറങ്ങണ്ട. ആ ഞാൻ കണ്ടോടി പിള്ളേരിക്കും പാറ ഇരിക്കുന്നല്ലേ.